പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിലെ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നാം കർത്താവിൻ്റെ പാദപീഠത്തിൽ അടുത്തിരിക്കുകയാണ്. ഓർക്കുക, ഇത് ഒരിക്കൽ കൂടെ ലോകം മുഴുവനും അത്യുന്നതനായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ തിരുജനനത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന അനുഗ്രഹീത സമയമാണ്. കർത്താവായ യേശുക്രിസ്തു അവൻ ജഡത്തിൽ വെളിപ്പെട്ട സാക്ഷാൽ ദൈവമാണ്. മാനവകുലത്തിൻ്റെ പാപപരിഹാരത്തിനും വീണ്ടെടുപ്പിനും സ്വർഗം ഭൂമിയിലേക്ക് സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്ന അനുഗ്രഹീതമായ ആ വലിയ സമർപ്പണത്തിൻ്റെ, മനുഷ്യന് വേണ്ടിയുള്ള ദൈവസമർപ്പണത്തിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ് എന്ന് നമുക്കറിയാം. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ചില ധ്യാനചിന്തകളാണ് ഇന്ന് പങ്കിടപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് വേദപുസ്തകത്തിൽ ചില ആളുകളെ നാം പരിചയപ്പെടുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആൾ കർത്താവിനെ പ്രസവിക്കുവാൻ ഭാഗ്യം കിട്ടിയ ദൈവമാതാവായ വിശുദ്ധ കന്യകാമർത്തമറിയം അമ്മയാണ്. ലോകത്ത് ഏറ്റവും ഭാഗ്യവതിയായ സ്ത്രീ, അല്ല, മനുഷ്യകുലത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഭാഗ്യവതി വിശുദ്ധ കന്യകാമർത്തമറിയം അമ്മയാണ്. എന്തുകൊണ്ടെന്നാൽ അത്യുന്നതനായ ദൈവത്തെ ഉദരത്തിൽ ഉൾക്കൊണ്ട് പ്രസവിച്ച് വളർത്തി തൻ്റെ കൈകളിൽ താലോലിക്കുവാനും തൻ്റെ നെഞ്ചിൽ നിന്ന് പാലൂറ്റി കൊടുക്കുവാനുമൊക്കെ ഭാഗ്യം കിട്ടിയ, ലോകത്തിൻ്റെ അമ്മയാകുവാൻ വിളിക്കപ്പെട്ട ഭാഗ്യവതിയായ വിശുദ്ധ കന്യകാമർത്തമറിയം അമ്മ. ഈ മാതാവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ക്രിസ്മസ് നമുക്ക് ചില സന്ദേശങ്ങൾ തരുന്നുണ്ട്. യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച് മാതാവിന് വചനം നൽകുവാൻ ഗബ്രിയേൽ മാലാഖ നസ്രത്തിൽ ഇറങ്ങി വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മറിയം ഈ വന്ദനാശബ്ദം കേട്ട് അമ്പരപ്പോടെ ദൈവസന്നിധിയിൽ വിനയപ്പെടുന്നുണ്ട്. എന്തോന്നിനാലാണ് ഞാനിത് അറിയുക? അതെങ്ങനെയാണ് സംഭവിക്കുക? ഞാനിതുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ വിവാഹ നിശ്ചയം കഴിഞ്ഞെങ്കിലും ഞാനിതുവരെ പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ എന്നും മറ്റും ഈ ബാലികപ്രായം കൈവിട്ടിട്ടില്ലാത്ത കന്യക ഇങ്ങനെ ദൈവസന്നിധിയിൽ മാലാഖയോട് സംശയം ഉന്നയിക്കുമ്പോൾ മാലാഖ പറയുന്നുണ്ട്, കൃപ നിറഞ്ഞവളെ, നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെയാണ്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ്, നീ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും, അവൻ സ്വർഗത്തിൽ നിന്നുള്ളവനാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിൻ്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും, നിന്നിൽ നിന്ന് ജനിപ്പാൻ പോകുന്ന മനുഷ്യ ശിശുവല്ല, സാക്ഷാൽ ദൈവപുത്രൻ്റെ അമ്മയാകുവാൻ നീ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ അവൾക്ക് സ്വർഗത്തിൽ നിന്ന് അരുളപ്പാട് കിട്ടി. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിശുദ്ധ മാതാവ് ഈ അരുളപ്പാട് കേട്ട് കഴിഞ്ഞപ്പോൾ നിഷേധിച്ചില്ല, ചോദ്യം ചെയ്തില്ല. അവൾ പൂർണ്ണമായും തന്നെ വിനയപ്പെടുത്തി. ശുദ്ധമുള്ള ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 38-ാമത്തെ തിരുവചനത്തിൽ മാതാവിൻ്റെ സമ്പൂർണ്ണ സമർപ്പണവും സ്വയം വിനയപ്പെടുത്തലും നാം കാണുന്നുണ്ട്. മാതാവ് സ്വയം താഴ്ത്തിക്കൊണ്ട് വിളംബരം ചെയ്തത് ഇങ്ങനെയാണ്. ദൈവമുമ്പിലും ലോകമുമ്പിലും മാതാവ് വിളിച്ചു പറഞ്ഞത് ഇങ്ങനെയാണ്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, തിരുഹിതം പോലെ എനിക്ക് ഭവിക്കട്ടെ. ദൈവത്തിൻ്റെ ദാസിയായി, ദൈവഹിതത്തിന് പാത്രമായി സ്വയം താഴ്ത്തിക്കൊടുത്ത ഭാഗ്യവതിയാണ് കർത്താവിൻ്റെ അമ്മ. ഈ തിരുജനനത്തിൻ്റെ സ്മരണ നാം പുതുക്കുന്ന ഈ അനുഗ്രഹീത വേളയിൽ അമ്മ നമുക്ക് തരുന്ന മനോഹരമായ ഒരു ഓർമ്മപ്പെടുത്തലാണിത്. നിങ്ങൾ 2 കാര്യം ചെയ്യണം. ഒന്ന്, നിങ്ങൾ സ്വയം സമർപ്പണം ചെയ്യണം, നിങ്ങളെ തന്നെ ദൈവത്തിനും ദൈവ പദ്ധതിക്കും വേണ്ടി. 2, നിങ്ങൾ നിങ്ങളെ തന്നെ വിനയപ്പെടുത്തണം, അഹന്ത വെടിഞ്ഞ് ആവോളം താഴണം നിങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ 2 നിലകളിൽ തന്നെ ആക്കി തീർത്തപ്പോഴാണ് പരിശുദ്ധ കന്യകാമർത്തമറിയം അമ്മ ലോകത്തിൻ്റെ മുഴുവനും അമ്മയായി വാഴ്ത്തപ്പെടുവാൻ ഭാഗ്യമുള്ളവളായി തീർന്നത്. ഒരുപക്ഷെ അമ്മയിൽ മുൻകൂട്ടി ഈ വിനയവും ഈ വിശുദ്ധിയും ഈ സമർപ്പണവും ഒക്കെ കണ്ടതുകൊണ്ടാകാം ദൈവം അവളെ തന്നെ മാതാവാകുവാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിലെ ദൈവം അവളുടെ ഉദരത്തിൽ ഇറങ്ങി പാർത്തു. അണ്ടകടാഹങ്ങൾക്ക് അധിപതിയായവൻ, ഭൂലോകങ്ങൾക്ക് അധിപതിയായവൻ, സർവാദി സർവശക്തനായ തമ്പുരാൻ ഒരു പാവപ്പെട്ട ബാലികയുടെ ഉദരത്തിൽ ഒരു ശിശുവായി പാർത്തു എന്ന് പറയുന്നത് മനുഷ്യബുദ്ധിക്ക് അതീതമായ ഒരത്ഭുതമാണ്. അതിന് മറിയയ്ക്കുണ്ടായിരുന്ന യോഗ്യതയോ തൻ്റെ വിനയവും തൻ്റെ വിശുദ്ധിയും തൻ്റെ സമർപ്പണവും തന്നെയാണ്. ആകയാൽ പ്രിയപ്പെട്ടവരെ,
ഈ ക്രിസ്മസിൻ്റെ ഓർമ്മ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു വിശുദ്ധിയുടെ അന്തരീക്ഷവും ഒരു സമർപ്പണത്തിൻ്റെ അന്തരീക്ഷവും ഒരു വിശുദ്ധിയുടെ അന്തരീക്ഷവും കൊണ്ടുവരട്ടെ. നാം ദൈവത്തിന് സമ്പൂർണമായും സമർപ്പിതരായി തീരുവാൻ ഈ ക്രിസ്മസ് നമ്മെ പ്രേരിപ്പിക്കട്ടെ. ദൈവമേ, എന്നെ പൂർണ്ണമായും തിരുഹിതത്തിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി ഞാൻ അർപ്പണം ചെയ്യുന്നു എന്ന് അമ്മയോട് ചേർന്ന് നിന്ന് കർത്തൃമുമ്പിൽ വിനയപ്പെട്ട് അർപ്പണം ചെയ്യുവാൻ നമുക്ക് ഭാഗ്യമുണ്ടാകട്ടെ ഈ ക്രിസ്മസിൽ. ഒപ്പം താഴ്ത്തിക്കൊടുക്കാം, ദൈവമേ, ഇനി എൻ്റെ ഹിതം ഒന്നും ഇവിടെ നടക്കേണ്ടതില്ല, എൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും എൻ്റെ വ്യക്തി താല്പര്യങ്ങളും ഒന്നും ഇനി ഇവിടെ നടക്കേണ്ടതില്ല. ഞാനവിടുത്തെ ദാസനാണ്, ഞാനവിടുത്തെ ദാസിയാണ്, നിലത്തോളം ഞാൻ താഴുകയാണ്, ആജ്ഞാനുവർത്തിയായി നിന്നുകൊള്ളാം, കൽപ്പന പോലെ ഞാൻ വർത്തിച്ചുകൊള്ളാം. ദൈവമേ, ഇനി ഒരിക്കലും ഞാൻ തിരുഹിതത്തിന് വിരുദ്ധമായി ചിന്തിക്കുകയില്ല. എന്നെ തന്നെ താഴ്ത്തുന്നു, അഹന്ത വെടിഞ്ഞ് ഞാനെന്ന ഭാവം വിട്ട് ഞാൻ എന്നെ തന്നെ തിരുമുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു എന്ന് നമുക്ക് മാതാവിനോട് ചേർന്ന് പറയാം. അതാണ് ഈ ക്രിസ്മസിൽ നമുക്ക് സാധിക്കേണ്ടത്. പലപ്പോഴും നമുക്ക് ഒട്ടുമില്ലാത്ത രണ്ട് സംഗതികളാണല്ലോ പ്രിയപ്പെട്ടവരെ, വിനയവും സമർപ്പണവും. ഞാനെന്ന ഭാവത്താൽ ചീർത്തു പോയിട്ട് ആരെയും കൂസാതെ, ദൈവത്തെപ്പോലും വകവയ്ക്കാതെ, അഹന്ത കൊണ്ട് അന്ധതം ബാധിച്ചു പോയ ആധുനിക മനുഷ്യൻ വിനയപ്പെടുവാൻ ഈ ക്രിസ്മസ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. എത്രത്തോളം താഴാമോ അത്രത്തോളം ഉയർച്ചയുണ്ടാകുമെന്നാണ് വിശുദ്ധ മാതാവിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അവൾ ഭൂമിയോളം തന്നെ താഴ്ത്തിയതുകൊണ്ട് അവളെപ്പോലെ ഉയർത്തപ്പെട്ട ഒരു സ്ത്രീ, ഒരു മനുഷ്യൻ ലോകത്ത് വേറെ ഇല്ല. പ്രിയപ്പെട്ടവരെ, ദൈവമാതാവെന്ന് അവൾ വാഴ്ത്തപ്പെട്ടു. ലോകം മുഴുവനിലും മാതാവ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെട്ടു, ഇപ്പോഴും ബഹുമാനിക്കപ്പെടുന്നു. വിനയപ്പെടുന്നവരൊരിക്കലും പരാജയപ്പെടുകയല്ല, സ്വയം പരാജയപ്പെടുത്തുന്നവരൊരിക്കലും തോൽക്കുകയല്ല. ദൈവം മുമ്പിൽ താഴ്ത്തിക്കൊടുക്കുന്നവരെ ദൈവം ഉയർത്തും. അവർണ്ണനീയമായ ആനന്ദമാണ് അവർക്ക് ദൈവം വച്ചിരിക്കുന്നത്. പ്രതിഫലമോ അളന്നെടുക്കാൻ പറ്റാത്തതാണ്. ഒപ്പം പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ ഞാൻ ഇന്നോളം ജീവിച്ചത് എനിക്ക് വേണ്ടിയാണെങ്കിൽ, എൻ്റെ താല്പര്യത്തിന് വേണ്ടിയാണെങ്കിൽ, ശിഷ്ടകാലം കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്നൊരു സമർപ്പണമാണ് ദൈവം നമ്മോട് ചോദിക്കുന്നത്. ദൈവമേ, നിൻ്റെ ഹിതം എന്നിൽ നിവൃത്തിയാകത്തക്കവണ്ണം ഞാൻ എന്നെ തന്നെ അർപ്പണം ചെയ്യുന്നു. എനിക്കുള്ള എല്ലാ കഴിവുകളും സാധ്യതകളും, എൻ്റെ വിദ്യാഭ്യാസ യോഗ്യതകളും, എൻ്റെ വാക്സാമർഥ്യവും, ദൈവമേ, എനിക്ക് പാടാൻ നീ തന്ന കഴിവും പറയാൻ നീ തന്ന കഴിവും, എൻ്റെ കണ്ണിന് തന്ന കാഴ്ചയും കാതിന് തന്ന കേൾവിയും, ദൈവമേ, നീ എനിക്ക് തന്ന വരുമാന സ്രോതസ്സുകളും, കർത്താവെ, ഒപ്പം എനിക്കുള്ള ബിസിനസ്സും എൻ്റെ കൃഷിയും, ദൈവമേ, എൻ്റെ ശമ്പളവും എല്ലാം തിരുനാമത്തിൻ്റെ മഹത്വത്തിനായി വിനിയോഗം ചെയ്യുവാൻ ഞാൻ തീരുമാനമെടുക്കുന്നു. ഞാൻ എന്നെ തന്നെ അർപ്പണം ചെയ്യുന്നു എന്ന് ദൈവം മുമ്പിലൊരു സ്വയം സമർപ്പണത്തിന് ഈ ക്രിസ്മസ് നമുക്ക് മുഖാന്തരമായി തീരട്ടെ. യേശുക്രിസ്തുവിൻ്റെ തിരുചരണവുമായി ബന്ധപ്പെട്ട് നാം ചിന്തിക്കുമ്പോൾ നാം അവിടെ പരിചയപ്പെടുന്ന രണ്ടാമത്തെ വ്യക്തി, യേശുക്രിസ്തു ജനിച്ച ശേഷം മാതാവും യൗസേഫും കൂടെ യേശുവിനെയും കൊണ്ട് ജെറുസലേം ദേവാലയത്തിൽ ഒരു സന്ദർശനം നടത്തുന്ന മനോഹരമായൊരു രംഗമുണ്ട്. അവിടെ അത്യന്തം വയോവൃദ്ധനായ ശിമ്യോൻ എന്ന പേരുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നതായി ലൂക്കോസ് എഴുതിയ രക്ഷാസുവിശേഷത്തിൽ നാം പരിചയപ്പെടുന്നുണ്ട്. ഈ ശിമ്യോനെ സംബന്ധിച്ച് അവൻ അതീവ വൃദ്ധനായിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത്. അവൻ ഈ വൃദ്ധതയിലും ഒരു കാര്യത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. കർത്താവ് യേശു മിശിഹായുടെ അഥവാ സാക്ഷാൽ ദൈവം സാക്ഷാൽ മനുഷ്യനായി പിറക്കുന്ന ശിശുവിനെ കാണുവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതെ, കന്യക പ്രസവിച്ച പുത്രനെ കാണുവാൻ കാത്തിരിക്കുകയായിരുന്നു. ശിമ്യോനെക്കുറിച്ച് ഇങ്ങനൊരു ഐതിഹ്യം കേൾക്കുന്നുണ്ട്. ഈ ശിമ്യോൻ വേദപുസ്തകം പകർത്തി എഴുതുന്ന ആളായിരുന്നു. യെശയ്യാ പ്രവചനം പകർത്തി എഴുതിക്കൊണ്ടിരുന്നപ്പോൾ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്കുണ്ടല്ലോ, കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കും. ആ വാചകം ഉൾക്കൊള്ളാൻ കഴിയാഞ്ഞിട്ട് ശിമ്യോൻ അത് എഴുതിയില്ല. അത്രയും ഭാഗം ബ്ലാങ്കായി ഇട്ടിട്ട് ബാക്കി പകർത്തി എഴുതിപ്പോയി. പിറ്റേന്ന് രാവിലെ അദ്ദേഹം വരുമ്പോൾ പ്രത്യേകമായ മഷി കൊണ്ട് താൻ വിട്ടിരുന്ന ഭാഗം പൂരിപ്പിച്ചതായി കണ്ടു. കന്യക ഗർഭിണിയായി ഒരു പുത്രനെ പ്രസവിക്കുമെന്ന ഭാഗം. അദ്ദേഹം ആശങ്കയോടെ നോക്കി. വേറെ ആരും ഈ മുറിയിൽ വന്നിട്ടില്ല, മറ്റാരും ഈ ഭാഗം പൂരിപ്പിക്കാൻ സാധ്യതയില്ല. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്? ആരെങ്കിലും ഒരുപക്ഷെ ഞാനത് വിട്ടുപോയതെന്നോർത്ത് ഞാൻ അറിയാതെ വന്ന് തിരുത്തി എഴുതിയതാകാം, അല്ലെങ്കിൽ പകർത്തി എഴുതിയതാകാം. എന്തായാലും അത് അംഗീകരിക്കാൻ കഴിയില്ല, മായിച്ചു കളയാമെന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം ആ ഭാഗം മായിച്ചിട്ട് പകർത്തെടുത്ത് തുടർന്നു. പിറ്റേന്ന് രാവിലെ അദ്ദേഹം ജിജ്ഞാസയോടെ വന്നു. ഈ മുറിക്കുള്ളിൽ പ്രവേശിച്ച് നോക്കുമ്പോൾ അത്ഭുതമെന്നേ പറയുള്ളൂ,
ആ സ്ഥലത്ത് വീണ്ടും അങ്ങനെ തന്നെ പൂരിപ്പിച്ചിരിക്കുന്നു, കന്യക ഗർഭിണിയായ ഒരു പുത്രനെ പ്രസവിക്കും. മനുഷ്യബുദ്ധിക്ക് അളന്നെടുക്കാൻ കഴിയാത്ത അസംഭവ്യമായ ഒരു സംഗതി സംഭവ്യമാണെന്ന് വിശ്വസിപ്പാൻ ശിമ്യോന് കഴിഞ്ഞില്ല. അദ്ദേഹം വീണ്ടും അത് മായ്ച്ചു കളഞ്ഞു. എന്നാൽ 3-ാം ദിവസം പ്രഭാതത്തിലും അത് അങ്ങനെ തന്നെ എഴുതിയിരുന്നു. അന്ന് അദ്ദേഹം അത് മായ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു അശരീരി എവിടെ നിന്നോ ഒരു ശബ്ദം അദ്ദേഹം കേട്ടു, ശിമ്യോൻ, അരുത്, മായ്ക്കരുത്, നീ സംശയിച്ചു അല്ലേ ഈ ശിശുവിനെക്കുറിച്ച്? എന്നാൽ കന്യക ഗർഭിണിയായി പ്രസവിക്കുന്ന മകനെ നീ കാണുകയും നിൻ്റെ കൈകളിൽ എടുക്കുകയും ചെയ്യാതെ നീ ലോകം വിട്ടു പോകയില്ല, നീ അത് കാണും സ്വന്തം കണ്ണുകൊണ്ട് എന്നൊരു അരുളപ്പാട് കിട്ടി എന്നാണ് പറയുന്നത്. ഇത് വേദപുസ്തകത്തിലില്ല, ശിമ്യോൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന ഒരു ഐതിഹ്യമാണ്. അന്നു മുതൽ ജെറുസലേം ദേവാലയത്തിൽ ഈ കന്യക പ്രസവിച്ച മകൻ്റെ എഴുന്നള്ളത്തും കാത്തുകാത്തിരിക്കുകയായിരുന്നു ശിമ്യോൻ. പ്രിയപ്പെട്ടവരെ, നാളുകൾക്കപ്പുറം വയോവൃദ്ധനായി അദ്ദേഹത്തിൻ്റെ വൃദ്ധതയുടെ അങ്ങേ തലയ്ക്കൽ ചുരുണ്ടുകൂടി അദ്ദേഹം ഒരു കൊട്ടയ്ക്കുള്ളിൽ മറ്റുള്ളവരാൽ പരിചരിക്കപ്പെട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷേ സുബോധമൊട്ടും ചോർന്നു പോകാതെ കാത്തിരുന്ന ശിമ്യോൻ, കന്യകമർത്തമറിയാം അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് വന്നപ്പോൾ തൻ്റെ കൈകൾ നീട്ടി ആ പൈതലിന് വാങ്ങി പരിശുദ്ധാത്മപ്രേരിതനായി ശിമ്യോൻ അറിഞ്ഞു, കന്യക പ്രസവിച്ച മകനാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നാഥ, ആ വലിയ സത്യം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടുവല്ലോ, ഇനി അടിയനെ പോകാൻ അനുവദിച്ചാലുമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അവിശ്വാസം കൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന ശിമ്യോനെ അത് വ്യക്തമായി കണ്ടുറപ്പിച്ചവനാണ് ദൈവം. ശിമ്യോനെ പോലെ കർത്താവിനെ കാണുവാനായിട്ട്, കർത്താവിൻ്റെ പദ്ധതി അറിയുവാനായിട്ട് ഒരു ഒരുക്കവും ഒരു കാത്തിരിപ്പും നമുക്ക് ആവശ്യമുണ്ട്. ഇന്ന് ഈ ക്രിസ്മസിൻ്റെ നല്ല അനുഗ്രഹീത നിമിഷങ്ങളിൽ ശിമ്യോനെക്കുറിച്ച് ഓർത്തിട്ട്, കർത്താവെ, ഇതുപോലെ നിന്നെ ഒന്ന് കാണുവാൻ, എനിക്കതിനാൽ ആത്മസായുജ്യമടയുവാൻ, നിർവൃതിപ്പെടുവാൻ ദൈവമേ ഭാഗ്യം തരുമാറാകണമെന്ന് കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ ഈ ക്രിസ്മസ് നമുക്ക് ഭാഗ്യം തരട്ടെ. എന്നാൽ ശിമ്യോനെ പോലെ കർത്താവിനെ കാത്തിരിക്കുന്നവരെത്ര പേർ? അന്ന് മനുഷ്യാവതാരമെടുത്ത കർത്താവിനെയാണ് ശിമ്യോൻ കാത്തിരുന്നതെങ്കിൽ ഇന്ന് രാജാധിരാജാവായി വീണ്ടും വരുന്ന കർത്താവിനെയാണ് നാം കാത്തിരിക്കേണ്ടത്. ഈ കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലല്ലോ പ്രിയപ്പെട്ടവരെ. ഈ ലോകസംബന്ധികളായ വിവിധ വിഷയങ്ങളുടെ വ്യാപാരത്തിൽ സ്വയം മറന്ന്, താൻ ആരെന്ന് മറന്ന്, തന്നെക്കുറിച്ചുള്ള ദൈവപദ്ധതി മറന്ന്, എഴുന്നള്ളി വരുന്ന മശിഹായുടെ എഴുന്നള്ളത്തിനെ മറന്ന്, അവനൊരുക്കുന്ന സ്വർഗത്തിലെ മനോഹരമായ ഭവനത്തെ മറന്ന് ലോകാനുരൂപികളായി ജീവിക്കുന്ന നമ്മെ ഇന്ന് ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ തരുന്നുണ്ട്. അത് ശിമ്യോൻ തരുന്ന ഓർമ്മപ്പെടുത്തലാണ്. കർത്താവിന് വേണ്ടി കാത്തിരിപ്പാൻ നാം നമ്മെ തന്നെ ഒരുക്കണം. അന്ന് ശിമ്യോൻ മനുഷ്യാവതാരം ചെയ്ത കന്യക പ്രസവിച്ച ദൈവത്തെ കാണുവാൻ കാത്തിരുന്ന് കണ്ട് നിർവൃതി അടഞ്ഞതുപോലെ വീണ്ടും വരുന്ന മശിഹായെ കാണുവാൻ കാത്തിരുന്ന് കണ്ട് ആത്മനിർവൃതി അടയുവാൻ ഞാനും നിങ്ങളും ഒരുക്കപ്പെടണമെന്ന് മനോഹരമായൊരു സന്ദേശം ശിമ്യോൻ്റെ ജീവിതം നമുക്ക് തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട് നാം പരിചയപ്പെടുന്ന മൂന്നാമത്തെ ആളുകളാണ് ഈ യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് കിഴക്ക് നിന്ന് പുറപ്പെട്ടു പോയ വിദ്വാൻമാർ. പ്രകൃതി നൽകിയ സൂചനകളാണ് യേശുവിങ്കിലേക്ക് അവരെ നയിച്ചു കൊണ്ടിരുന്നത്. സത്യത്തിൽ പ്രകൃതിയുടെ അധിപനായ പൊന്നു തമ്പുരാൻ തൻ്റെ തിരുപ്പിറവിക്ക് പ്രകൃതിയെക്കൊണ്ട് അടയാളമിട്ടവനാണ്. പുനരാഗമനത്തിനും അപ്രകാരം പ്രകൃതിയെക്കൊണ്ട് അടയാളമിടുമെന്ന് യേശു തമ്പുരാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആകാശലക്ഷണങ്ങൾ കാണുമെന്ന്, സൂര്യചന്ദ്ര നക്ഷത്രാദികൾ കത്തി അഴിഞ്ഞു പോകുമെന്ന്, ഈ പ്രപഞ്ചം അസ്തമിച്ചു പോകുമെന്നൊക്കെ ഓർമ്മപ്പെടുത്തി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശുമശിഹായുടെ ഭൗമിക ലോകത്തേക്കുള്ള ഒന്നാമത്തെ വരവിന്, തിരുപ്പിറവിക്ക് നാന്ദിയായി അല്ലെങ്കിൽ അതിൻ്റെ അടയാളമായി അന്നുവരെ വിഹായസിൽ കണ്ടിട്ടില്ലാത്ത ഒരു നക്ഷത്രം അടയാളമായി വച്ച തമ്പുരാൻ പുനരാഗമനത്തിൻ്റെ അടയാളങ്ങൾ ഒന്നൊന്നായി ചേർത്തു വെച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട് നമ്മെ. വരുന്നുണ്ട് ഞാൻ വൈകാതെ നിങ്ങളെ സന്ദർശിപ്പാൻ. പ്രിയപ്പെട്ടവരെ, ആഗോളതാപനം വർദ്ധിക്കുന്നതും, ഈ ഓസോൺ പാളിയിൽ വിള്ളൽ വീണിരിക്കുന്നതും, സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം കുറയുന്നതും, ഭൂമി വല്ലാതെ കത്തി ഉരുകുന്നതും, കാലാവസ്ഥ വ്യതിയാനം കാണിക്കുന്നതുമൊക്കെ മശിഹായുടെ പുനരാഗമനത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണെന്ന് ഒരുപാടൊന്നും ആലോചിക്കാതെ, ഒരുപാടൊന്നും ചികഞ്ഞു പോകാതെ തിരിച്ചറിയാനുള്ള ആർജവമുണ്ടാകണം നമുക്ക്. തിരുപ്പിറവിക്ക് അടയാളമായി നക്ഷത്രത്തെ കാണിച്ചപ്പോൾ
വാനനിരീക്ഷകന്മാരായിരുന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാർ അതൊരു ദിവ്യ നക്ഷത്രമാണെന്നും അതൊരു അത്ഭുത ശിശുവിൻ്റെ ജനനത്തെ അടയാളപ്പെടുത്തുന്നതാണെന്നും തിരിച്ചറിഞ്ഞു. എങ്കിൽ ആ ദിവ്യ ശിശുവിനെ കാണണം. അതൊരു രാജാവിൻ്റെ നക്ഷത്രമാണ്. അതൊരു ഭൗമിക രാജാവിനെ ഓർമ്മിപ്പിക്കുന്ന നക്ഷത്രമല്ല. അത്രമാത്രം ശോഭയുണ്ടതിന്. അതൊരു സ്വർഗരാജാവിനെ സൂചിപ്പിക്കുന്ന നക്ഷത്രമാണ്. അവനെ കാണുക തന്നെ. നക്ഷത്രം അവർക്ക് വഴി കാണിച്ചു. നക്ഷത്രത്തെ പിന്തുടർന്നവരെത്തി. പക്ഷെ നക്ഷത്രത്തെ പിന്തുടർന്ന് വന്നവർക്ക് ഒരബദ്ധം പറ്റി. ഒരിക്കലും അവർ ആ നക്ഷത്രത്തെ വിട്ടുമാറാൻ പാടില്ലായിരുന്നു. അവരാ നക്ഷത്രത്തെ വിട്ടുമാറി രാജാവിനെ അന്വേഷിച്ച് രാജകൊട്ടാരത്തിൽ കയറി. അവിടെ അവർക്കൊരു പിഴ പറ്റി. ഇന്ന് നമ്മിൽ അനേകർക്കും ഇതുപോലുള്ള പിഴകൾ പറ്റാറുണ്ട്. രാജാവ് ജനിക്കുന്നത് രാജകൊട്ടാരത്തിലായിരിക്കുമെന്ന മാനുഷിക ചിന്തയാണ് അവരെ വഴിതെറ്റിച്ചത്. വഴിതെറ്റാതെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ ദൈവം നേരിട്ട് നക്ഷത്രത്തെ അടയാളമായി വച്ചിട്ടും അവർക്ക് അബദ്ധം പിണഞ്ഞല്ലോ പ്രിയപ്പെട്ടവരെ. അത് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ കൊലപാതകത്തിലാണല്ലോ അവസാനിച്ചത്. ഒരുപക്ഷെ നമുക്കൊക്കെ പറ്റുന്ന കുഞ്ഞു പിഴകൾ ഒരുപാട് പേരുടെ പ്രാണന് വില പറയുന്ന നിലയോളം വലിയ അധപ്പതനത്തിലേക്കൊക്കെ പോകാറുണ്ടെന്ന് നാം ഓർക്കണം. ദൈവപദ്ധതിയിൽ നിന്നൊരു അണുവിട വ്യതിചലിച്ചുകൂടാ നമ്മൾ. അന്ന് രക്തസാക്ഷികളായ കുഞ്ഞുങ്ങളെ ഓർക്കാൻ നമുക്ക്. അവരൊക്കെ സത്യത്തിൽ കർത്താവിന് പകരം കൊല്ലപ്പെട്ട ഭാഗ്യമുള്ളവരാണ്. അവർ ഈ ഭൂമിയിൽ നിന്ന് ഉയർന്ന ഉന്നത നക്ഷത്രങ്ങളായി സ്വർഗത്തിൽ പ്രശോഭിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ. അവരുടെ പ്രാർത്ഥന നമുക്ക് കോട്ടയാകട്ടെ. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഹെരോദാവ് പറഞ്ഞയച്ചതനുസരിച്ച് അവർ വീണ്ടും കൊട്ടാരം വിട്ടിറങ്ങിയപ്പോൾ നക്ഷത്രം വീണ്ടും അവർക്ക് വഴികാട്ടിയായി. നക്ഷത്രം അവരെ ലക്ഷ്യത്തിലെത്തിച്ചു. അതേ, ആ കാലിത്തൊഴുത്തിൻ്റെ മുകളിൽ ചെല്ലുവോളം നക്ഷത്രം സഞ്ചരിച്ചു. അവർ ശിശുവിനെ കണ്ടു, കാഴ്ചകൾ അർപ്പിച്ചു. അവർ രാജാവിനുള്ളതായ സമർപ്പണമൊക്കെ കൊടുത്തു, അവനെ വന്ദിച്ചു. പക്ഷേ അവർക്ക് അന്നൊരു അരുളപ്പാടുണ്ടായി സ്വർഗത്തിൽ നിന്ന്, നിങ്ങൾ വന്ന വഴിയെ മടങ്ങിപ്പോകരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ വന്ന വഴിയെ മടങ്ങിപ്പോയാൽ യേശു എവിടെ ഉണ്ടെന്ന് ഹെരോദാവോട് നിങ്ങൾ പറയേണ്ടി വരും. അത് രക്ഷിതാവിനെ കൊല്ലുന്നതിൽ അവസാനിക്കും. രക്ഷാപദ്ധതി തുടക്കത്തിലെ അസ്തമിച്ചു പോകും. വിദ്വാൻമാർ വഴിമാറിപ്പോയി. ഇന്നീ ക്രിസ്മസിൽ അവർ നമുക്ക് തരുന്ന മനോഹരമായൊരു ഓർമ്മപ്പെടുത്തലുണ്ട്. കർത്താവിനെ കണ്ടുമുട്ടുക, വഴിമാറിപ്പോവുക. കർത്താവിനെ കണ്ടുമുട്ടുക, വഴിമാറിപ്പോവുക. നിങ്ങൾ ഇതുവരെ സഞ്ചരിച്ച വഴി കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം നിങ്ങൾക്ക് കാമ്യമല്ല. ഇന്നോളം സഞ്ചരിച്ച ലോകത്തിൻ്റെ വഴി, പാപത്തിൻ്റെ വഴി, ആഡംബരത്തിൻ്റെ വഴി, സുഖലോലുപതയുടെ വഴി കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം ഒരു ദൈവ പൈതലിന് യോഗ്യമല്ല. വഴിമാറിപ്പോവുക എന്ന സന്ദേശമാണ് വിദ്വാൻമാർ നമുക്ക് തരുന്നത്. പ്രിയപ്പെട്ടവരെ, വീണ്ടും തിരുജനനവുമായി ബന്ധപ്പെടുത്തി വയ്ക്കുമ്പോൾ ഇടയന്മാരെ നമുക്ക് മറക്കാനാകില്ലല്ലോ. യേശുക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയുടെ രാത്രിയിൽ വെളിമ്പുറത്ത് തങ്ങളുടെ ആടുകൾക്ക് കാവൽ കാത്തു കിടന്നിരുന്ന ഇടയന്മാർക്ക് സ്വർഗത്തിൽ നിന്നും മാലാഖമാർ എഴുന്നള്ളി സന്ദേശം അറിയിച്ചു. രണ്ട് കാര്യം ഇടയന്മാരിൽ നിന്ന് പഠിക്കാനുണ്ട്. ഒന്നവർ നിഷ്കളങ്കമായി സ്വർഗം അരുളി ചെയ്തത് വിശ്വസിച്ചു. രണ്ട്, അവർ കണ്ടത് ലോകം മുഴുവനും പ്രഘോഷിച്ചു. ഈ രണ്ട് ധ്യാനചിന്തകളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തി വയ്ക്കാൻ ഇടയന്മാരെക്കുറിച്ച് ഓർത്തുകൊണ്ട് നമുക്കിന്ന് കഴിയണം. സ്വർഗം തരുന്ന അരുളപ്പാടുകൾ പലതും മനുഷ്യബുദ്ധിക്ക് അതീതമായിരിക്കും. പക്ഷേ അംഗീകരിക്കണം. നിഷ്കപടമായ വിശ്വാസത്താൽ അത് അംഗീകരിക്കണം. ഇടയന്മാർ ആടുകളെ വിട്ട് ബെത്ലഹേമോളം ചെന്ന് ഈ അത്ഭുത ശിശുവിനെ കണ്ടു എന്ന് മാത്രമല്ല, അവരാ കണ്ട ശേഷം പോയി കിടന്നുറങ്ങുകയായിരുന്നില്ല. നാട് നീളെ അവർ ചുറ്റി നടന്ന് അറിയാവുന്നവരോടെല്ലാം കണ്ടവരോടെല്ലാം ലോകൈക രാജാവിൻ്റെ തിരുപ്പിറവിയെക്കുറിച്ച് അത്ഭുതകരമായ വാർത്ത പ്രഘോഷിച്ചു. വിശ്വസിക്കുന്നവരും പ്രഘോഷിക്കുന്നവരുമായി നമ്മുടെ ജീവിതത്തെ തീർക്കാനാണ് ഈ ഇടയന്മാർ നമുക്ക് സന്ദേശം തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തിരുപ്പിറവി നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ടുവരട്ടെ. വിശ്വാസത്തിൻ്റെ പ്രഘോഷകരായി നമ്മെ തീർക്കട്ടെ. യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, രാജാതിരാജനെ പ്രഘോഷിക്കുവാൻ, രക്ഷിതാവിനെ പ്രഘോഷിക്കുവാൻ, വീണ്ടെടുപ്പുകാരനെ പ്രഘോഷിക്കുവാൻ, വീണ്ടും വരുന്നവനെ പ്രഘോഷിക്കുവാൻ ഈ ക്രിസ്മസ് നമുക്ക് വലിയ ആത്മപ്രേരണ തരുമാറാകട്ടെ. വീണ്ടും പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ ദൈവാലയത്തിൽ വെച്ച് ശിമ്യോന് ശേഷം യേശുവിനെ കൈകളിലെടുത്ത ഭാഗ്യവതിയായ ഹന്നായെ നമുക്ക് മറക്കാനാകില്ലല്ലോ. ഈ ഹന്നായെക്കുറിച്ച് പറയുന്നത് വളരെ കുറച്ചു കാലം മാത്രം ഭർത്താവിനോടുകൂടെ പാർത്തതിന് ശേഷം ഭർത്താവിൻ്റെ നിര്യാണാനന്തരം വിധവയാക്കപ്പെട്ടിട്ട് പിന്നെ ലോകത്തെക്കുറിച്ച് ഒരിക്കൽ പോലും ചിന്തിക്കാതെ
സുദീർഘ വർഷങ്ങൾ ദൈവാലയം വിട്ടുമാറാതെ വിശുദ്ധിയോടെ ദൈവാലയത്തിൽ തന്നെ താമസിച്ച് തൻ്റെ ജീവിതം കഴിച്ചു കൂട്ടിയവളെന്നാണ് തിരിച്ചറിയേണ്ടത്. പ്രിയപ്പെട്ടവരെ, ലൗകിക ജീവിതത്തിൻ്റെ സുഖലോലുപതകളിലാണ് നമ്മുടെയൊക്കെ മസ്തിഷ്കം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നത്. ഭൗമിക സുഖം, ആഡംബര സുഖം, ജഡീക സുഖം, ലൈംഗിക സുഖം, പ്രിയപ്പെട്ടവരെ ശയനസുഖം, ഇതൊക്കെ നമ്മെ വല്ലാതെ ഭരിക്കുന്നുണ്ട്. ഈ ലോകാനുരൂപികളായി നാം പോവുകയാണ്. എന്നാൽ ലോകത്തിനപ്പുറമുള്ള നിത്യതയെക്കുറിച്ച് പ്രത്യാശയുള്ളവർക്ക് തങ്ങളുടെ ജീവിതത്തെ പാപത്തിൽ നിന്നും കറകളങ്കങ്ങളിൽ നിന്നും വേർപെടുത്തി പരിശുദ്ധിയിൽ പരിപാലിക്കുവാൻ കഴിയും. ഇവണ്ണം തൻ്റെ ജീവിതത്തെ ദൈവിക വിശുദ്ധിയിൽ പരിപാലിച്ചവളാണ് ഹന്ന. ഈ വയോവൃദ്ധയായ മാതാവും കർത്താവിനെ കണ്ട് ആനന്ദിച്ചു. ഈ മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. തിരുപ്പിറവിയുടെ അനുഗ്രഹീത നിമിഷങ്ങൾ നിങ്ങൾ ആചരിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധരായി മാറുക. ഭൗമലോകത്ത് തന്നെ ജീവിക്കുമ്പോൾ സ്വർഗലോകത്തിനുള്ളവരാണ് ഞാനെന്ന ബോധത്തോടെ, ഉള്ളവളാണ് ഞാനെന്ന ബോധത്തോടെ ജീവിതത്തെ വിശുദ്ധിയിൽ പരിപാലിക്കുവാൻ ഹന്ന മാതാവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവരൊക്കെ ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ ഓർമ്മപ്പെടുത്തലുകൾ നമ്മുടെ ജീവിതത്തിലൊന്ന് യാഥാർത്ഥ്യപ്പെടുത്തുമ്പോഴാണ് ഈ ക്രിസ്മസ് നമ്മെ സംബന്ധിച്ച് ദൈവിക സന്തോഷം കൊണ്ട് നിറയ്ക്കപ്പെട്ടതും ദൈവസന്നിധിയിൽ പ്രസാദകരവുമായി തീരുന്നത്. ആഘോഷമാക്കി എല്ലാം തീർക്കുന്ന ആധുനിക മനുഷ്യൻ ക്രിസ്മസ് കള്ളുകുടിക്കാനും കേക്ക് തിന്നാനും പാടിയാഘോഷിക്കാനും അല്ലെങ്കിൽ ഉത്സവ ഛായയിൽ തിമിർക്കാനുമുള്ളതായി തീർത്തിരിക്കുന്നു ഈ ആധുനിക കാലത്ത്. അനുഭവത്തിനപ്പുറത്ത് ആഘോഷമായി അത് മാറുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മുടെ ആഘോഷങ്ങൾ ദൈവത്തോടുള്ള അവഹേളനങ്ങളായി അധപ്പതിക്കുന്നുണ്ട് എന്ന് ആത്മഭാരത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. നമുക്ക് ദൈവസന്നിധിയിൽ വിനയപ്പെടാൻ പ്രിയപ്പെട്ടവരെ, സ്വയം താഴ്ത്തിക്കൊടുക്കാം. നമ്മുടെ തെറ്റുകുറ്റങ്ങളെ എല്ലാം ഒന്ന് ഉപേക്ഷിച്ചിട്ട് നമുക്ക് ഈ ക്രിസ്മസ് ദൈവസന്നിധിയിൽ ഒരു പുതിയ അനുഭവമാക്കി മാറ്റാം. കന്യകമാതാവിനെ പോലെ വിനയപ്പെടാം, കന്യകമാതാവിനെ പോലെ സമർപ്പണം ചെയ്യാം, ഇടയന്മാരെ പോലെ വിശ്വാസികളാകാം, ഇടയന്മാരെ പോലെ പ്രഘോഷകരാകാം, ശിമിയോനെ പോലെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവരും കർത്താവിനെ കണ്ട് ആനന്ദ നിർവൃതി അടയുന്നവരുമായി തീരാം. വിദ്വാൻമാരെ പോലെ നക്ഷത്രത്തെ പിന്തുടർന്ന് പ്രകൃതി ലക്ഷണങ്ങൾ കണ്ട് കർത്താവിൻ്റെ വരവിന് സമയമായി എന്ന് തിരിച്ചറിയുന്നവരും കർത്താവിനെ കണ്ടുമുട്ടിയ ശേഷം സ്വയം അവന് കാഴ്ചയായി അർപ്പിച്ചിട്ട് വഴിമാറി സഞ്ചരിക്കുന്നവരുമായി തീരാം. ഹന്ന മാതാവിനെ പോലെ നമുക്ക് വിശുദ്ധരായി തീരാം. നമ്മുടെ ജീവിതത്തിനൊരു ലക്ഷ്യം കൈവരിക്കാം. ഈ ക്രിസ്മസ് ഈ വണ്ണമുള്ള സമർപ്പണത്തിനും അനുഗ്രഹങ്ങൾക്കുമൊക്കെ നമുക്ക് മുഖാന്തരമായി തീരട്ടെ. ദൈവം അതിനെ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് വളരെ ആനന്ദത്തോടെ, വളരെ സന്തോഷത്തോടെ, വളരെ വിനയത്തോടെ, സ്വർഗീയമായ എല്ലാവിധമായ ആനന്ദത്തോടും കൂടെ ക്രിസ്മസിൻ്റെ ആശംസകൾ ഹൃദ്യമായി നേർന്നുകൊണ്ട് ഈ സന്ദേശത്തിന് വിരാമമിടട്ടെ. നമുക്ക് ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, അനുഗ്രഹീതമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അവിടുത്തെ പാദപീഠത്തിൽ അവിടുത്തെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് തിരുജനനത്തിൻ്റെ ഓർമ്മ ഞങ്ങളെ അവിടുന്ന് മനോഹരമായി ധ്യാനിപ്പിച്ചു കൊണ്ടിരുന്നല്ലോ. തിരുപ്പിറവിയുമായി ബന്ധപ്പെട്ട ഭാഗ്യമുള്ള ആളുകളുടെ ജീവിതത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വെച്ച് പരിശോധിച്ചിട്ട് അവരുടെ ജീവിതത്തിൽ അവർക്ക് എടുക്കുവാൻ കഴിഞ്ഞതായ തീരുമാനങ്ങൾ ഞങ്ങൾക്കും എടുക്കുവാനും അവരായിരുന്നതുപോലെ ഞങ്ങൾക്കും ഒന്നായിത്തീരുവാനും അവരോടുകൂടെ അങ്ങയെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാനും കർത്താവെ, ഈ തിരുപ്പിറവി അടിയങ്ങളുടെ ഹൃദയത്തിൽ അവിടുത്തെ സന്നിധിയിലുള്ള സ്വയം സമർപ്പണത്തിൻ്റെയും വിനയപ്പെടലിൻ്റെയും വിശുദ്ധീകരണത്തിൻ്റെയും വിശ്വാസ തീക്ഷ്ണതയുടെയും കർത്താവിനെ പ്രഘോഷിക്കലിൻ്റെയും വഴിമാറി സഞ്ചരിക്കലിൻ്റെയും ഒക്കെ ഒരനുഭവമാക്കി തീർക്കുവാൻ അടിയങ്ങളെ ഓർമ്മിപ്പിച്ചതിനാൽ നന്ദി പറയുന്നു. അപ്രകാരം ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ ചിട്ടപ്പെടുത്തുന്നു. ഈ ക്രിസ്മസ് ഞങ്ങൾ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ഒരാത്മനിറവിൻ്റെ അനുഭൂതിയായി ഞങ്ങളിൽ തീരുവാൻ അവിടുന്ന് കൃപയാൽ സഹായിക്കണമേ. വിനയപൂർവ്വം അടിയങ്ങളെ പാദപീഠത്തിൽ അർപ്പണം ചെയ്യുന്നു. പ്രാണപ്രിയ, അവിടുന്ന് മഹത്വം എടുക്കണം. പ്രാർത്ഥന തിരുമേനി കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങൾ നിനക്കും നിൻ്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ.